മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ കൌൺസിലർമാരുടെ പ്രതിഷേധം. മാസ്റ്റർ പ്ലാനിൽ അഴിമതിയും ഭൂമാഫിയകൾക്ക് വേണ്ടി തയ്യാറാക്കിയതുമാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് ബിജെപി കൌൺസിലർമാർ മേയറെ ഉപരോധിച്ചു. മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് ഭരണപക്ഷ കൌൺസിലർ അനീസ് അഹമ്മദിന്റെ നേതൃത്വത്തിൽ ഭരണപക്ഷവും ബഹളം വച്ചതോടെ പ്രതിപക്ഷ കൌൺസിലർമാർ പാട്ടുപാടിയും ബഹളം വച്ചും നേർക്കുനേർ നിന്ന് പരസ്പരം പോരടിച്ചത് കൌൺസിൽ ഹാളിനെ പ്രക്ഷുബ്ധമാക്കി. ഏറെ നേരം കഴിഞ്ഞ് ബിജെപി കൌൺസിലർമാർ മുദ്രാവാക്യം വിളികളോടെ ഇറങ്ങിപ്പോയെങ്കിലും കോൺഗ്രസ് കൌൺസിലർമാരുടെ ഉപരോധം തുടർന്നു. മാസ്റ്റർ പ്ലാനിൽ വൻ അഴിമതിയുണ്ടെന്നും കൌൺസിൽ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി മാഫിയകൾക്കു വേണ്ടി 12ഓളം DTP സ്കീമുകൾ റദ്ദാക്കിയതായും പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ യോഗത്തിൽ ആരോപിച്ചു. 55 കൌൺസിലർമാരിൽ 32 പേർ എതിർത്ത മാസ്റ്റർ പ്ലാനാണ് കൌൺസിലിൽ പാസാക്കിയതെന്ന് പറഞ്ഞ് സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ച് അനുമതി നേടിയെടുത്തു. തൃശൂർ നഗരത്തിലെ പൈതൃക മേഖല ഇല്ലാതാക്കാൻ മേയറും കൂട്ടരും ശ്രമിക്കുകയാണെന്നും കഴിഞ്ഞ 5 വർഷമായി ഒരു ജംഗ്ഷൻ വികസനം പോലും നടപ്പാക്കാൻ LDF-നായിട്ടില്ലെന്നും പല്ലൻ ആരോപിച്ചു. മാസ്റ്റർ പ്ലാൻ വേണമെന്നും പക്ഷേ അത് ജനങ്ങളുടെ വികസനത്തിനു വേണ്ടിയാകണമെന്നും BJP പാർലമെന്ററി പാർട്ടി നേതാവ് വിനോദ് പൊള്ളാഞ്ചേരി പറഞ്ഞു. പ്ലക്കാർഡുകൾ പിടിച്ചും പാടങ്ങൾ നികത്തി ജനങ്ങളെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുമെന്നും ആരോപിച്ച് പ്രതീകാത്മകമായി സ്കൂബ ഡ്രസ് ധരിച്ചും നടുത്തളത്തിൽ കുത്തിയിരുന്നും മേയറെ ഉപരോധിച്ചുമായിരുന്നു BJPയുടെ പ്രതിഷേധം. ഇതിനിടയിൽ കോൺഗ്രസ് നാടകം കളിക്കുകയാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് കൌൺസിലറായ സനോജ് കെ പോൾ ഉപരോധത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നത് കോൺഗ്രസ് പാളയത്തിൽ ആശങ്കയ്ക്കിടയാക്കിയെങ്കിലും പിന്നീട് അദ്ദേഹവും ഉപരോധത്തിൽ പങ്കെടുത്ത് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. 1 മണിക്കൂറോളം പ്രതിപക്ഷ കൌൺസിലർമാർ മേയറെ ഉപരോധിച്ചു. മേയർ കൌൺസിൽ ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോയതോടെയാണ് ഉപരോധ സമരം അവസാനിച്ചത്. ജോൺ ഡാനിയേൽ, I സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ.